ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി? ഓക്കെ, നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾ എന്താണോ ഇല്ല എന്ന് വിചാരിക്കുന്നത് അത് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അത് നിങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് അവെയർനെസ് ആണ്. സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. ഗൈഡൻസ്, ദ മൈസർ, adventure, postponement, lovers, harmony, conditioning, nothingness, projections, control ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാമോ, ഇന്ന് ഒരു മിക്സ്ഡ് ഇമോഷൻ്റെ ഒരു എനർജിയാണുള്ളത്. അതുപോലെ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമല്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്നത് നമ്മൾ അതേപടി അതാണ് സത്യമെന്ന് വിചാരിക്കും, പക്ഷെ അത് സത്യമല്ല. നമ്മൾ അതിലേക്ക് പോവരുത്. അവിടെ മായാജാലങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. അതായത് ഇപ്പം നമ്മളൊരു പർച്ചേസിങ്ങിന് പോകാമെന്ന് വെച്ചു. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും. പർച്ചേസ് ചെയ്ത് ആ സാധനം നമുക്ക് കൺഫ്യൂഷനാവും. അത് വേണോ ഇത് വേണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഇത് രണ്ടും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് ഒരു മായികത നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ്, ഒന്നിലധികം പ്രയോറിറ്റീസ്, അവസരങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അത് വേണോ ഇത് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനെ നിൽക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ന് കുറച്ച് കൂടുതൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറച്ചൊരു ഈഗോ നമുക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. പലയിടത്തും നമ്മുടെ ഈഗോ ഹേർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങോട്ട് ഒരാളോടും അവർ പറയുന്നത് കേട്ടിട്ട് വിട്ട് കളയുന്നതാണ് ഇന്നത്തെ ദിവസം നല്ലത്. അതിൻ്റെ വാലി പിടിക്കാൻ പോകേണ്ട ആവശ്യം ഇന്ന ദിവസം ഇല്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സ് അവയർനെസ് തരും. എന്താണ് നിങ്ങൾ കടന്നു പോകുന്ന ഗോ ത്രൂ ചെയ്യുന്നത് എന്തിലൂടെയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അത് നിങ്ങളതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്ത് കാര്യം നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നോ അതിൽ ഒരു ക്ലാരിറ്റി, എന്ത് പ്രശ്നത്തിലാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ അതോ അതിനെ വിട്ട് കളയണോ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കട്ട് ആൻഡ് ക്ലിയർ പിക്ചർ നിൽക്കുന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെങ്കിലും ശരി, റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ആയാലും ശരി, ഹെൽത്ത് ആയാലും ശരി, മണി ആയാലും ശരി, എവിടെ നിങ്ങൾ സ്റ്റക്കായോ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടും. അതാണ് പറഞ്ഞത്. ഗൈഡൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ മറ്റ് ആളുകളിൽ നിന്ന് ഒരു ഗൈഡൻസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുക, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുക. അപ്പോൾ ആ ആളുകൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതാണ് ഈ ഗൈഡൻസിൻ്റെ കാർഡ്. അതുപോലെ നിങ്ങൾ പഠിക്കാൻ, ഇപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കണം എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയില്ല, എന്ത് പഠിക്കണം എന്നറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടും. ഇന്ന കാര്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്ന നിലയ്ക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് പോകാനുള്ളൊരു ലീഡ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം പഠിക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് എവിടെ നിങ്ങൾ സ്റ്റക്കാവുന്നോ അവിടെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടും, അതിനെക്കുറിച്ചൊരു ഗൈഡൻസ് കിട്ടും. അപ്പോൾ ഇന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു മധ്യസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മറ്റൊരാളുടെ സഹായം തേടുന്നതാകാനും സാധ്യതയുണ്ട്. ഇപ്പം വസ്തു വിൽക്കുവാണ്, നിങ്ങൾക്കപ്പോൾ നേരിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ കല്യാണം നോക്കുവാണ്, കല്യാണം നടക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ അത് കല്യാണം നോക്കുന്ന ആളുകളിലേക്ക് അവരെ ഏൽപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ കുടുംബ പ്രശ്നം ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മധ്യസ്ഥനെ നിർത്തിയിട്ട് അത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ ഗൈഡൻസിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ.
ദെൻ മൈസർ പറയുന്നത്, മൈസർ എന്ന വാക്ക് തന്നെ പറയുന്നുണ്ട്, ഇന്ന് പിശുക്കായിരിക്കും. എന്തിലാണ് പിശുക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള സ്നേഹമായാലും നിങ്ങൾക്കുള്ള അറിവായാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾ ഇന്ന് പിശുക്ക് കാണിക്കും. അതുപോലെ പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുകയും എന്നാൽ വലിയ കാര്യങ്ങളെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നഷ്ടം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് യൂസ് വൈസ്ലി എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിങ്ക് വൈസ്ലി എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ട് ആലോചിക്കുക, അതുപോലെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മൈസർ. അപ്പം വളരെ കൺട്രോൾഡ് ആയിരിക്കും. ഇന്നൊരു തരം ഏകാന്തപ്പെട്ട പോലെ ഒറ്റപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇമോഷണൽ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട്, ഒറ്റപ്പെട്ട പോലെ വരാൻ സാധ്യതയുണ്ട്, പൈസയ്ക്ക് ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്, പൈസ ആവശ്യമുണ്ട് പക്ഷേ കൈ കാണൂല. അങ്ങനെയുള്ള എനർജീസ് ഒക്കെയാണ് ഈ മൈസറിൻ്റെ എനർജി പറയുന്നത്. ദെൻ അഡ്വഞ്ചർ എന്ന് വെച്ചാൽ എന്തും ചെയ്യാനുള്ളൊരു ത്വരയാണ്. ചിലപ്പോൾ നിങ്ങൾ പറയരുതെന്ന് വെച്ച് പല പ്രാവശ്യം മിണ്ടാതിരുന്ന ഒരു കാര്യം എടുത്തടിച്ച് പറയുക. അപ്പോൾ അവിടെ അത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അത് പറഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് പല പ്രാവശ്യം നിങ്ങൾക്ക് ഇത് പറയാൻ സാഹചര്യം കിട്ടിയിട്ട് നിങ്ങൾ പറയാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങളത് പറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇതാണ്. അതിനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കാണും. എടുത്തുചാട്ടം, മുൻകോപം, അങ്ങനെ എടുത്തുചാടി പറയുക, പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, അതിനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് കാണും. അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി കാണും. പക്ഷേ നിങ്ങളിത് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കണം. ഓക്കെ, കൺട്രോൾ ചെയ്യണം എന്നാണ് ബോട്ടം വന്നിരിക്കുന്ന കൺട്രോളാണ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൺട്രോളിലേക്ക് വരണം. നിങ്ങളുടെ ലൈഫിനെ ചിലപ്പോൾ ചില വാക്കുകളിലൊക്കെ ആയിരിക്കും തട്ടിത്തെറിച്ച് ചില ബന്ധങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത്. നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടാണ് ചില ബന്ധങ്ങൾ ഇങ്ങനെ വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ മേലായിരുന്നോ. പക്ഷേ ആ ഒരു വാക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യാനും പറയാനും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇന്നത്തെ ദിവസം കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ പോസ്റ്റ്പോൺമെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയായതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് എടുക്കണം എന്നൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു. അതായത് മടിയാണ്, മോസ്റ്റ്ലി മടിയാണ്. ചില കാര്യങ്ങൾ നിങ്ങളിന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യമായിരിക്കും, പക്ഷേ നിങ്ങളത് തള്ളി നാളത്തേക്ക് വെക്കും. അപ്പോൾ നാളെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെയുള്ള ദിവസം ഏതാണോ ദിവസം ആ ദിവസം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് അത് തള്ളി വെക്കുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, തള്ളി വെക്കണം എന്നുള്ളൊരു ടെൻഡൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കാൻ ചിലർ നിർബന്ധിതരാണ്. കുറച്ച് പേർക്ക് വയ്യാതെ ആവുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പം ബാക്ക് പെയിനോ കാലുവേദനയോ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് കാണുന്നത്. അതുപോലെ സർജറിയൊക്കെ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുടെ എനർജി ഉണ്ട്. അതുപോലെ മുറിവുണ്ടാകാൻ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് കയ്യിലോ കാലിലൊക്കെ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാലേ ഹൃദയം സംബന്ധമായ അസുഖമുള്ള ആരെങ്കിലും അവരെക്കുറിച്ച് കേൾക്കാനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നെഞ്ചുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്ന വാർത്തകൾ കേൾക്കുന്നതായിരിക്കാം, നിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ മരണ വാർത്തയൊക്കെ കേൾക്കുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പോസ്റ്റ്പോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു എനർജിയാണ്. ഇന്ന് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുക, അതാണ് പോസ്റ്റ്പോൺമെൻറ്റ് കേട്ടോ. ദെൻ ലവേഴ്സാണ്, ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾക്കിടയിൽ റീയൂണിയൻ സംഭവിക്കുക, അല്ലെങ്കിൽ പരസ്പരം അകലമിട്ട് നിന്നിരുന്ന ആളുകൾ, മനഃപൂർവ്വമായ അകലമിട്ട് നിന്നിരുന്ന ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ളൊരു തോന്നലുണ്ടാവുക. തോന്നൽ മാത്രമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ എനർജിയാണ് ഈ ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്നൊരു എല്ലാവരോടും സ്നേഹം തോന്നുക, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് വല്ലാത്തൊരു അഭിനിവേശം, സ്നേഹം തോന്നാൻ സാധ്യതയുള്ളതായിട്ടാണ് ഈ ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ദെൻ ഹാർമണി, വീണ്ടും ഫാമിലി റീയൂണിയൻ ആണിത്. ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുക, സമയം സന്തോഷമായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളോടും ഹസ്ബൻഡ് ആൻഡ് വൈഫും ഫാമിലിയോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഹാർമണി പറയുന്നത്. ദെൻ കണ്ടീഷനിങ് ആണ്. ഇത് നിങ്ങൾക്കിടയിൽ
നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ മറ്റുള്ള ആളുകളുടെ അതിപ്രസരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഗുസ്തിക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുസ്തികൾ ഇന്ന ദിവസം ആവശ്യമില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ, നിങ്ങളുടെ ജീവിതത്തിനെ കരുപ്പിടിപ്പിക്കേണ്ടതും ലീഡ് ചെയ്യേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ മാത്രം കടമയാണ്. അതിനകത്ത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധം വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് കണ്ടീഷനിങ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് ഒബ്സഷനൊക്കെ, ഇപ്പം അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ അഡിക്ഷൻ, ഇപ്പോൾ മദ്യപാനമായിരിക്കാം, സിഗരറ്റ് ആയിരിക്കാം, മുറുക്കുന്നതായിരിക്കാം, പിന്നെ അങ്ങനെയുള്ള ഡ്രഗ്സ് ആകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സഷൻ അഡിക്ഷനുള്ള ആളുകളുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പറഞ്ഞാൽ അഡിക്ഷൻ ഏത് രീതിയിലാകാം. മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, യൂട്യൂബിനോടായിരിക്കും, ഇൻസ്റ്റഗ്രാമിനോടായിരിക്കും, എന്തിനോടൊരു വല്ലാത്ത അഡിക്ഷൻ തോന്നുക. നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ചിലയിടങ്ങളിൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആളുകളോടാവാം, വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളോടാവാം, അതിനോടൊക്കെ വല്ലാത്ത അഡിക്ഷൻ തോന്നുക, വല്ലാത്ത ഒബ്സഷൻ തോന്നുക, വേണമെന്ന് തോന്നുന്ന ഒരു എനർജിയാണ് ഈ കണ്ടീഷനിങ്. അതുപോലെ ചില ആളുകൾ നിങ്ങളെ എനർജി എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജിയെ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നോട്ടം കൊണ്ട് പോലും നിങ്ങളുടെ എനർജി അവർ സ്ക്വീസ് ഔട്ട് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഐ ആം സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ്, ഐ ആം യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ്, ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. കാരണം ഇത് മറ്റുള്ള ആളുകളുടെ എനർജി വന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ണേറായിരിക്കാം. നിങ്ങൾ പോകുമ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്, തിരിച്ചു വരുമ്പോൾ മടുത്തായിരിക്കും വരുന്നത്, എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധം കടന്നു പോകുന്ന അവസ്ഥ, വിറയ്ക്കുന്ന അവസ്ഥ, പനി വരുന്ന അവസ്ഥ, അതൊക്കെ. അപ്പം അത്തരത്തിൽ മറ്റുള്ളവർ നമ്മുടെ എനർജി എടുക്കുക, എന്നിട്ട് അവരുടെ നെഗറ്റീവ് എനർജി നമുക്ക് തരിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നത്തിങ്നെസ് ആണ്. ഇതൊരു തരം വാക്വമാണ്, അതായത് ഒരു ശൂന്യത, അതായത് ഒരു പോസ്റ്റ്പോൺമെൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കുന്നതാവാം. കാരണം നിങ്ങൾക്ക് നത്തിങ്നെസ് ആണ്. നിങ്ങൾ പലയിടത്തു നിന്നും ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ പലയിടത്തു നിന്ന് ടാരോ റീഡിങ്സ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ല. എന്താണ് ഈ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞ ഒരേ കാര്യമായിരിക്കും, പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടൊരു വാക്വമായി മാറുന്നതാണ്. നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ അതിനെയെല്ലാം ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെയെല്ലാം അതൊന്നും അല്ല സത്യമെന്ന് വിചാരിക്കുക. അപ്പം ഒരു വാക്വമാണ്, നിങ്ങളുടേതായ ഒരു സത്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് ഈ നത്തിങ്നെസ് പറയുന്നത്. ദെൻ പ്രൊജക്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്കൊരു മായികത തോന്നുക എന്നാണ്. അതായത് കൺഫ്യൂഷൻ ആവുക, പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്, എന്നും ചെയ്യുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നും ചെയ്യേണ്ടി വരും, കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ മൾട്ടി ടാസ്കിങ് ആണ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു, മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഓപ്ഷൻസും ഉള്ള ദിവസമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷനാണ്, ഏത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അത് വേണോ ഇത് വേണോ, അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നൊരു എനർജിയാണ് ഈ പ്രൊജക്ഷൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വീട് പണി, വീട് മേടിക്കുക, വീട് വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, പിന്നെ പർച്ചേസിങ് നടക്കുക, അത് വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഗോൾഡ് കൊണ്ട് പണയം വെക്കാനോ, പണയം വെച്ച ഗോൾഡ് തിരിച്ചു കിട്ടാനോ സാധ്യതയുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വസ്തുവകകൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ലോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നേ ദിവസം സാധ്യതയുള്ളൊരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇന്ന ദിവസം ഒരു കൺട്രോൾ ഉള്ളത് നല്ലതായിരിക്കും. എല്ലാത്തിനും ഇന്നൊരു ഓവറായിട്ടുള്ള നമുക്ക് ഈഗോ ഉള്ള ദിവസവും, മറ്റുള്ളവരോട് ഈഗോ ആയിട്ട് കോർക്കാൻ നിൽക്കാൻ താല്പര്യമുള്ള ദിവസമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്ന ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, വരുന്ന കാര്യങ്ങളെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. ആരോടും പക്ഷം ചേരാൻ പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്. പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ സാധ്യതയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചതിവ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് കുറച്ച് ദിവസമായില്ലേ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം.
ഫസ്റ്റ് ലുക്ക് ഫോർ എ സൈൻ ആണ് കേട്ടോ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു സൈൻ ചോദിക്കുക. ഞാനത് ചെയ്യണമെങ്കിൽ ഇന്ന സൈൻ കാണിക്കുക, അല്ലെങ്കിൽ ഇന്ന സൈൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് സൈൻ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ബി അസേർട്ടീവ് ആണ്. ഒരു തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് കേട്ടോ. ബി അസേർട്ടീവ്. ദെൻ ഡോണ്ട് സ്റ്റോപ്പ് ആണ്. നിങ്ങൾ ഒരു കാര്യം തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു, അതിനുശേഷം കൺഫ്യൂഷൻ വന്നിട്ട് നിന്ന് പോകുന്നു. അങ്ങനെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ നിർത്തിക്കളയരുത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടപ്പോൾ നിർത്തിക്കളയരുതെന്നാണ് പറയുന്നത്. ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. അപ്പോൾ ഇത് ഈ കൺട്രോൾ എന്ന് പറഞ്ഞ കാർഡും ഇത് തന്നെയാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, കൃത്യമായി കാര്യങ്ങൾ അറിയുക, പക്ഷം ചേർന്ന് സംസാരിക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിയാകും. അപ്പോൾ അതുപോലെ ഒരു എനർജിയാണ്. അതുപോലെ ഒട്ടും ഇമോഷണലി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ വളരെ ആലോചിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്ന ദിവസം തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ബോട്ടം കോംപ്രമൈസ് ആണ്. അപ്പോൾ ചില ആളുകളോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില ആളുകളോട് ക്ഷമിച്ചു കൊടുക്കുക, ചില ആളുകളെ വിട്ടയക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കൃത്യമായി തെളിഞ്ഞു വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് മൊത്തത്തിലുള്ളൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഇന്നത്തെ മണി എനർജി എന്താണെന്ന് നോക്കട്ടെ. ഇന്നത്തെ മണി എനർജി എന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് പണം വരാൻ പോകുന്നത് നോക്കാം. ഇന്നത്തെ മണി എനർജി എന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇന്ന് പണം വരാൻ പോകുന്നത് നോക്കാം. ഒന്ന് ഗ്രോത്ത് ആണ് കേട്ടോ. ഫിനാൻഷ്യലി ഇന്ന് വളരെ ഗ്രോത്ത് ഉള്ള ദിവസമാണ്. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, പണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അൺലേൺ ചെയ്യണം. ആ പഠിച്ചതിനെല്ലാം അയച്ചു കളയണം. എന്നിട്ട് പുതിയതായിട്ട് ചില റൂളുകൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എല്ലാ പണത്തിനും, ഈ ലോകത്തിലെ സർവ്വമാന സൗഭാഗ്യങ്ങൾക്കും ഞാൻ അർഹനാണ്, എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞാൻ പണത്തിന് അധിപനാണ്, ഞാൻ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നു, ഐ ആം റിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ എന്ത് എനർജിയാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ എനർജിയാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾ തന്നെയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്തിനെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യണം. ദെൻ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറാനാണ്. നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, പുതിയ കരിയറുകൾ നിങ്ങൾ പഠിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ വളരെ വലിയൊരു ഹൈറ്റിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ദെൻ പേരൻറ്റ്ഹുഡാണ്. ഇത് ചില ആളുകൾക്ക്, നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കുന്ന ആളുകളാണ്, ഇപ്പം എന്ത് ജോലി സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പേരൻറ്റ്ഹുഡ് നല്ലൊരു സെലക്ഷൻ ആയിരിക്കും. പേരൻറ്റ്ഹുഡ് എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കുന്ന ജോലി, അതുപോലെ ടീച്ചർ പ്രൊഫഷൻ, അതുപോലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പീഡിയാട്രിഷ്യൻ, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടല്ലോ, കുട്ടികളെങ്ങനെ ഫിസിക്കൽ അബ്യൂസായിട്ടുള്ള, സെക്ഷൽ അബ്യൂസ്ഡ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഹോമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ വർക്കർ, അത്തരത്തിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ജോബ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ദിവസം അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.